കേരള സർവകലാശാല ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു നിബന്ധന കൂടെ അവിടെ അഡ്മിഷന് വേണ്ടി മുന്നോട്ട് വയ്ക്കുകയാണ്. ലഹരി വിരുദ്ധ സത്യവാങ്മൂലം. അതായത് ഞാൻ ലഹരി ഉപയോഗിക്കത്തില്ല, ഞാൻ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ നടപടിയെടുക്കാം എന്നും പറഞ്ഞുള്ള ഒരു സത്യവാങ്മൂലമാണ് പുതിയതായിട്ട് കേരള സർവകലാശാല മുന്നോട്ട് വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയുള്ള സർവകലാശാല വച്ചിരിക്കുന്ന ഒരു നിബന്ധന. ഈ ഒരു നിബന്ധന കൊണ്ട് മാത്രം കുട്ടികൾ നന്നാവുമോ? കുട്ടികൾ ലഹരി ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുമോ? നിങ്ങൾ പറയുക. ഇത്തരത്തിൽ ഉള്ള ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ്, സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആ കുട്ടിയുടെ രക്തം പരിശോധിക്കണം. ആ കുട്ടി മുമ്പ് ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ കുട്ടിയുടെ രക്തമോ ശാസ്ത്രീയമായ പരിശോധനയ്ക്കോ വിധേയമാക്കി കഴിഞ്ഞാൽ ആ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടുതലാണ് എങ്കിൽ ആ കുട്ടിയെ അഡ്മിഷൻ കൊടുക്കരുത്, ആ കുട്ടിക്ക് സർവകലാശാലയിൽ അഡ്മിഷൻ കൊടുക്കരുത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള സർവകലാശാലയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഇത് ഒഴിവാക്കും. അത് മാത്രമല്ല, അഡ്മിഷൻ തേടിയതിന് ശേഷം സർക്കാരിന്റെ ചെലവിൽ ഒരു 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ശാസ്ത്രീയമായ പരിശോധന ആ സർവകലാശാലയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളിലും നടത്തണം. അങ്ങനെ ഒരു സംഭവം കൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടികളിലെ വിദ്യാർത്ഥികൾക്ക് ഇടയിലുള്ള ഈ ലഹരി ഉപയോഗത്തെ തടയാൻ സാധിക്കും. ഇതൊന്നും അല്ലാണ്ട് ഒരു നിബന്ധന മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മള് സത്യപ്രതിജ്ഞ എടുക്കും, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന്. ഇന്ന് അങ്ങനെയാണോ കേരളത്തിൽ നടക്കുന്നത്? സ്വന്തം അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജനത വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറ, അത്തരത്തിലുള്ള ഒരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സിന്തറ്റിക് ഡ്രഗ്സ് അടിച്ച് തലയ്ക്ക് പെരുത്ത് യാതൊരു ബോധവും ഇല്ലാണ്ട് സുബോധം നഷ്ടപ്പെട്ട കുട്ടികൾ അമ്മയോടും പെങ്ങളോടും തെരുവ് സ്ത്രീകളോട് പറയുന്ന അല്ലെങ്കിൽ ആ രീതിക്കാണ് ഇടപെടുന്നത്. ഇതിനെയൊക്കെ തടയാൻ ഇത്തരത്തിൽ സർവകലാശാലകളിൽ ഒരു സത്യവാങ്മൂലമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ചത് കൊണ്ടും ആയില്ല. ഒരു 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവരെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവരെ ഇതിന് പുറത്ത് നിർത്തണം, സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം. എനിക്കിവിടെ തുടർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലഹരി ഉപയോഗിക്കാതെ പഠിച്ചാൽ മാത്രമേ എനിക്കിവിടെ തുടരാൻ സാധിക്കത്തുള്ളൂ എന്ന ഉത്തമ ബോധം ആ വിദ്യാർത്ഥികളിലേക്ക് കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു സത്യവാങ്മൂലം കൊണ്ടുവന്ന് ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാവരും എഴുതി കൊടുക്കും, ഞാൻ ലഹരി ഉപയോഗിക്കത്തില്ല, ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്നെ പുറത്താക്കാമെന്ന്. ഇവൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഈ കോളേജിൽ വെച്ചോ ഈ കോളേജിന് വെളിയിൽ വെച്ചോ ഇവൻ ഇത് സാധനം അല്ല, ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇത് തിരിച്ചറിയണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണം, ശാസ്ത്രീയമായ പരിശോധന നടത്തണം. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു സത്യവാങ്മൂലം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നമ്മൾ ഒരു വെള്ളക്കടലാസിൽ അടിയിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് മാത്രം ആയില്ല. ഇതൊരു നല്ല തീരുമാനം തന്നെയാണ്, അതിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ കോളേജുകളും ഇത് ചെയ്യാൻ താല്പര്യപ്പെടും, ഇതിലേക്ക് മുന്നോട്ട് വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യം കൂടെ ഈ സർവകലാശാലകളും അതുപോലെ തന്നെ എല്ലാ കോളേജുകളും സ്കൂളുകളും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. വിദ്യാഭ്യാസ വകുപ്പ് ഇതേപ്പറ്റി പഠനം നടത്തണം.